പരാശക്തി SK25 എന്ന പരാശക്തി സുധ കൊങ്കരയുടെ ഡയറക്ഷനിൽ ശിവകാർത്തികേയൻ ലീഡിൽ വരുന്ന കൂടാതെ രവിമോഹൻ അഥർവ എന്നിവർ പ്രധാന റോളുകളിൽ വരുന്ന പടം. സംഭവത്തിനൊരു ക്ലാരിഫിക്കേഷൻ വേണം. എന്തെന്നുവച്ചാൽ ഇതേ പേരിൽ വിജയ് ആന്റണിയുടെ ഒരു തമിഴ് പടത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നടന്നു. ആ പടത്തിന്റെ പേരും പരാശക്തി എന്ന് തന്നെ. ഇതാണ് ഒരു കൺഫ്യൂഷൻ. ആക്ച്വലി വിജയ് ആന്റണി പടത്തിന്റെ തെലുഗു ടൈറ്റിലാണ് പരാശക്തി. ഇതിന്റെ തമിഴ് ടൈറ്റിൽ ശക്തി തിരുമകൻ എന്നാണ്. ശരിക്കും വിജയ് ആന്റണി പടത്തിന്റെ പേര് പരാശക്തി എന്ന് തന്നെയായിരുന്നു. എന്നാൽ സുധ കൊങ്കര SK25 വേണ്ടി ആദ്യമേ പരാശക്തി ടൈറ്റിൽ റൈറ്റ് മേടിച്ചതിനാൽ വിജയ് ആന്റണിയുടെ ആഗ്രഹം നടന്നില്ല. അതുകൊണ്ട് തമിഴിൽ പറ്റാത്തത് തെലുങ്കിൽ അങ്ങ് തീർത്തു. ജനനായകൻ തളപതി വിജയെ നായകനാക്കി H വിനോദ് സംവിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ അനിരുദ്ധാണ് പടത്തിന്റെ മ്യൂസിക്. അതാണ് ഏക ആശ്വാസം. മൊത്തം 4 സോങ്സാണ് ഉള്ളത്. അതിന്റെ കമ്പോസിംഗ് കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ 2 സോങ്ങിന്റെ ഷൂട്ടും കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. പടത്തിന്റെ 60% ഷൂട്ട് കഴിഞ്ഞിരിക്കുവാണ്. ഇനി ബാക്കി 2 സോങ്സ് അടക്കം 40% ഷൂട്ട് ബാക്കിയാണ്. ഇതൊരു ടിപ്പിക്കൽ പൊളിറ്റിക്കൽ ത്രില്ലർ പടമല്ല. ഇതൊരു പാർട്ടിപ്പടമല്ല. മറ്റൊരു രീതിയിൽ പൊളിറ്റിക്കൽ കറപ്ഷൻസ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു സർക്കാർ പോലൊരു പടമാക്കാം. ജനനായകനിലെ വിജയുടെ ക്യാരക്ടർ നെയിം ഇപ്പോൾ ചെറുതായിട്ട് റൂമർ പോലെ പുറത്തു വന്നിട്ടുണ്ട്. ക്യാരക്ടർ നെയിം MGR എന്നായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അത് സ്വാഭാവികം. അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ജനനായകൻ മൂവിയുടെ ഫസ്റ്റ് സിംഗിൾ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് പുറത്തുവിടും എന്ന് കേൾക്കുന്നുണ്ട്. ദളപതി വിജയ് തന്നെയാണ് പാട്ട് പാടിയിരിക്കുന്നത്. റെട്രോ കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്യുന്ന നമ്മുടെ സൂര്യപടം. ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സൂര്യപടം. സൂര്യയ്ക്ക് അതിൽ നിന്നും ഒരു കമ്പാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളോ? മെയ് 1 പടം റിലീസിന് എത്തുന്നു. ഇപ്പോൾ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികൾ നടക്കുന്നു. മാർച്ച് മുതൽ പടത്തിന്റെ പ്രൊമോഷൻസ് ആരംഭിക്കും. ഇപ്പോൾ റെട്രോ സിനിമയുടെ ഭാഗത്തുനിന്നും കാർത്തിക് സുബരാജ് കൺഫേം ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. റെട്രോ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് പുറത്തുവിടും. വാലന്റൈൻസ് ഡേക്ക് പുറത്തുവിടുന്നതുകൊണ്ട് ഇതൊരു റൊമാന്റിക് സോങ് ആയിരിക്കില്ല എന്നാണ് അറിഞ്ഞത്.